സമയം നിഷ്ഫലമാക്കുന്നവൻ ജീവിതത്തിന്റെ അർത്ഥം കണ്ടെത്തിയിട്ടില്ല എന്ന് നാം എപ്പോഴും ഓർക്കണം. ഒരിക്കലും സമയം നമുക്ക് നിഷ്ഫലമാക്കാനായിട്ടില്ല. അലക്ഷ്യമായി തൂക്കിക്കളയാൻ സമയമില്ല എന്നുള്ള കാര്യം നാം എപ്പോഴും സ്മരണയിലുണ്ടാവണം. ക്രിയാത്മകമായി മറ്റുള്ളവർക്ക് പ്രയോജനം വരുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന് അർത്ഥം വരുത്തുന്നത് എന്നുള്ള കാര്യം നാം എപ്പോഴും ഓർക്കണം. കൂടുതൽ സമയവും പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കുകയും ആരാധനാ കാര്യങ്ങളിൽ വളരെ നിഷ്ഠയും താല്പര്യവും പുലർത്തിയിരുന്ന ഒരു വ്യക്തിയെ ദൈവസന്നിധിയിലേക്ക് യാത്രയാക്കുമ്പോൾ ഈ ജീവിതം നമുക്ക് മാതൃകയായി കാണിച്ചു തരുന്ന പല ഘടകങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്താനായിട്ട് ഈ മൃതശരീരം നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള കാര്യം നാം എപ്പോഴും ഓർക്കണം. ജീവിതത്തിൽ എല്ലാ ആഗ്രഹങ്ങളും സഫലീകരിക്കാൻ സമയമില്ല എങ്കിൽ തന്നെയും ലഭ്യമാകുന്ന സമയം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് അനുഗ്രഹകരമായി തീരുന്നത് എന്നുള്ള കാര്യം നാം എപ്പോഴും ഓർക്കണം. ഈ ജീവിതം നമുക്ക് കുറിച്ച് തന്ന ചില ധന്യമായ സ്മരണകൾ, ഇത് നമുക്ക് വെച്ചു നീട്ടുന്ന ചില പാരമ്പര്യങ്ങൾ, ഇത് അനുവർത്തിക്കാൻ നാം എപ്പോഴും തയ്യാറാവണം. പ്രത്യേകിച്ച് ഈ ദാസിയുടെ ആ അന്ത്യസമയങ്ങൾ എത്ര ശ്രേഷ്ഠതയോടുകൂടി ഒരുങ്ങി എന്നുള്ളത് എപ്പോഴും നാം സ്മരണയിലേക്ക് കൊണ്ടുവരണം. തന്റെ ഓരോ ദിവസവും തന്റെ ജീവിതത്തിന്റെ അന്ത്യമെന്ന് കണ്ട് ഭംഗിയായ ഒരു ഒരുക്കം ഈ മാതാവ് കുറിച്ചിട്ടു എന്നുള്ളത് നാം എപ്പോഴും നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവരേണ്ട ഒരു കാര്യമാണ്. വീടെല്ലാം മരിക്കുന്നതിന് മുമ്പ് ഭംഗിയായി വൃത്തിയാക്കിച്ചു, കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായി ക്രമീകരിച്ചു, വളരെ ശാന്തമായി ദൈവസന്നിധിയിലേക്ക് കർത്തൃ ദിവസം തന്നെ യാത്രയാകാൻ സാധിച്ചു എന്നുള്ളതാണ് അനുഗ്രഹകരമായ ഈ ജീവിതം നമുക്ക് മുമ്പിൽ വരച്ചു കാട്ടുന്ന മാതൃക. ഇത് അനുവർത്തിക്കാൻ നമുക്കും ഇടയാവട്ടെ. നല്ലൊരു അന്ത്യത്തിന് ഞങ്ങളെയും യോഗ്യരാക്കണമേ എന്ന് നാം പ്രത്യേകം പ്രാർത്ഥിക്കണം. അധികകാലം ജീവിക്കുക എന്ന് പറഞ്ഞാൽ അധികം കഷ്ടത ആഗ്രഹിക്കുക എന്നുള്ളതായിട്ട് വിശുദ്ധ അന്തോണിയോസ് പഠിപ്പിക്കുന്നുണ്ട്. കൂടുതൽ നാൾ ജീവിച്ചിരിക്കുക എന്നുള്ളതല്ല, കിട്ടിയ സമയം വർണ്ണശബളമാക്കി തീർക്കുക എന്നുള്ളതാണ് അനുഗ്രഹകരമായിരിക്കുന്നത്. ബുദ്ബുദ എന്ന് സംസ്കൃതത്തിൽ ഒരു വാക്കുണ്ട്. നീർക്കുമിള എന്നാണ് അതിന്റെ അർത്ഥം. ഒരു നീർക്കുമിളയുടെ ആയുസ് വളരെ ക്ഷിപ്രമാണ്. വളരെ പെട്ടെന്ന് അത് നമ്മുടെ മുമ്പിൽ നിന്നും തിരോധാനം ചെയ്യും. എങ്കിൽ തന്നെയും ആ ചെറിയ ആ നീർക്കുമിളയിൽ വിടരുന്ന വർണ്ണരാജികൾ കൊണ്ട് അത് വളരെ മനോഹരമാണ് എന്നുള്ള കാര്യം നാം എപ്പോഴും ഓർക്കണം. ഒരു മിന്നൽ പിണർ പോലെ, ഒരു മഴവില്ല് പോലെ നമ്മുടെ മുമ്പിൽ സുന്ദരമായ ഈ ജീവിതം നമുക്ക് അനുഗ്രഹകരമായി തീരട്ടെ. ഇതിൽ നിന്നും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. പാച്ചറ താബോർ ഇടവകയ്ക്ക് ഈ ഭവനം വലിയ അനുഗ്രഹകരമായ സാന്നിധ്യമാണ്. എപ്പോഴും പ്രാർത്ഥനയ്ക്കായി കടന്നു വരികയും എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ദേവാലയത്തെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഭവനം എന്ന നിലയിൽ ഞങ്ങളുടെ പാച്ചറ കുടുംബത്തിന് വളരെ ദുഃഖവും സന്താപവും വരുത്തിവെച്ച ഒരു നിര്യാണമാണിത്. ഇടവകയുടെ അനുശോചനം ഒരിക്കലൂടെ ഈ ഭവനത്തെ അറിയിക്കുന്നു. ഈ ദാസിക്ക് യാത്രാ വന്ദനങ്ങൾ നേരുന്നു. അനുഗ്രഹകരമായ ഈ ജീവിതത്തിന് ഒരിക്കലൂടെ ഇടവകയുടെ നന്ദി അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിലൂടെ ഉപസംഹരിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട മാതാവിൻ്റെ നിര്യാണ സമയത്തും അതിനു മുമ്പും ഈ കുടുംബത്തിലെ ഏത് ആവശ്യങ്ങൾക്കും ഏറ്റവും അധികം ഓടിയെത്തുന്ന ശ്രേഷ്ഠ വൈദികൻ അച്ഛൻ്റെ ആശ്വാസ വാക്കുകൾക്ക് പ്രത്യേകമായ നന്ദി അറിയിക്കുകയാണ്. കുഴിമറ്റം സെന്റ് ജോർജ് ദേവാലയത്തിൻ്റെ മുൻ വികാരിയായിരുന്ന പ്രിയപ്പെട്ട ദേശഗ്രേച്ചൻ ഒരു വാക്ക് ആശ്വാസം അറിയിക്കും. ദുഃഖത്തിൻ്റെ
സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിയിടും ഞാൻ. ഏറ്റവും ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠരെ, ഈ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ഇവിടെ ദുഃഖത്തോടെ ആയിരിക്കുന്ന ബന്ധുമിത്രാദികളെ, സ്നേഹിതരെ, 2004 കുഴിമറ്റം പള്ളിയുടെ ശുശ്രൂഷകനായി ഈ പള്ളിയിൽ വന്ന അന്ന് മുതൽ ഈ ഭവനത്തെയും ഈ പ്രിയപ്പെട്ട ദാസിയെയും ഈ മക്കളെയും വളരെ അടുത്ത് ഈ നിമിഷം വരെ സ്നേഹം പുലർത്തുവാൻ സാധിച്ചു എന്നുള്ളത് ആദ്യമേ തന്നെ ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസം ഷൈനിനെ പാറട്ട് ഹോസ്പിറ്റലിൽ വെച്ച് അപ്രതീക്ഷിതമായി കണ്ടപ്പോൾ ഈ ആശുപത്രിയിലെ കാര്യങ്ങളൊന്നും അന്നേരം പറയാൻ പറ്റിയില്ല. കൊച്ചിനെയും കൊണ്ട് അവിടെ പെട്ടെന്ന് വന്നു. അവരുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അന്ന്. ഈ ശുശ്രൂഷ ഞാൻ നടത്തിയതിൻ്റെ സന്തോഷം ഞങ്ങൾ പങ്കിട്ടു. എല്ലാവരെയും ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു എന്നൊക്കെയുള്ള നല്ല വാക്കുകളുമായി ഞങ്ങൾ പിരിയുകയും ഇന്നലെ ഈ വിഷമിപ്പിക്കുന്ന ഈ വാർത്ത ലഭിച്ചപ്പോൾ ആശുപത്രി കിടന്ന വിവരങ്ങൾ അറിയാത്ത ഒരു സാഹചര്യത്തിൽ ഉണ്ടായ ബുദ്ധിമുട്ടും ഉണ്ട് എന്നുള്ളത് ഓർപ്പിക്കട്ടെ. ഈ ഭവനത്തിൻ്റെ വെളിച്ചമായിരുന്നല്ലോ, ഒരു ഐശ്വര്യമായിരുന്നു. സൗമ്യമായും സ്നേഹപൂർവവും ശാന്തമായും ഇടപെട്ട ആ വ്യക്തിത്വത്തെ മാനിക്കുന്നു. മാതൃത്വത്തെ മഹത്വത്തോടെ ഈ ഭവനത്തിൽ ജ്വലിപ്പിച്ചു. നല്ലൊരു ജീവിത പങ്കാളിയായി ഈ ഭവനത്തെ നയിച്ചു. മക്കൾക്ക് നല്ലൊരമ്മയായി, ഈ പ്രിയപ്പെട്ട ദാസന് നല്ല ഭാര്യയായി, സഹോദരങ്ങളുടെ ഇടയിൽ കുടുംബത്തിലെ ആവശ്യങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനകൾക്കൊക്കെയും നല്ല സാന്നിധ്യം നൽകിയ ഒരു നല്ല ദാസിയാണ് നാം യാത്രയാക്കുന്നത്. കണ്ണുകൾക്ക് ഒരു 4 മണിയാകുമ്പോൾ ഈ മുഖം കണ്ണുകളിൽ നിന്ന് മറയും ശുശ്രൂഷയുടെ ആ പ്രാർത്ഥന പൂർത്തീകരണം. എന്നാൽ കണ്ണുകൾക്ക് മറഞ്ഞാലും ഹൃദയങ്ങളിൽ ഈ മുഖം പ്രകാശിക്കട്ടെ, തെളിയട്ടെ എന്ന് പ്രത്യേകമായിട്ട് എല്ലാവരോടുമായി ഓർപ്പിക്കുന്നു. ഒരമ്മ ഒരു ഭവനത്തിൽ ദൈവത്തിൻ്റെ കരവും ദൈവത്തിൻ്റെ രൂപവും ദൈവത്തിൻ്റെ സ്ഥാനവുമാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. മക്കൾക്ക് വേണ്ടി മാത്രമല്ല, ഒരു ഭവനത്തിൻ്റെ മുഴുവൻ അനുഗ്രഹത്തിനും ഒരു സ്ത്രീയുടെ ജീവിതം, ഒരമ്മയുടെ ജീവിതം, ഭാര്യയുടെ ജീവിതം വലുതാണല്ലോ. ഈ വേർപാട് ഈ കുടുംബത്തിന് വളരെയധികം പ്രയാസമുണ്ട്. എങ്കിലും ഇവിടെ ദൈവമാതാവിൻ്റെ സാന്നിധ്യം ആശ്വാസമാകട്ടെ. പാച്ചറപ്പള്ളിയുടെ ഇത്രയും അടുത്ത് ഒരു ഭവനം, എഴുന്നേറ്റ് മുറ്റത്തോട്ടിറങ്ങിയാൽ പള്ളിയെ കാണുവാനും ദൈവമാതാവിനെ സ്മരിക്കുവാനും കുരിശു വരയ്ക്കുവാനും ലഭിക്കുന്ന അപൂർവം ഭാഗ്യം ലഭിച്ച വ്യക്തികളിൽ, അങ്ങനെയുള്ള ആളുകളിൽ ഒരാളാണല്ലോ ഈ ദാസി. കുഴിമറ്റം പള്ളിയുടെ എല്ലാ കാര്യങ്ങളിലും ഈ ഭവനം വളരെ ഭംഗിയായിട്ട് സഹകരിക്കുന്ന ഒരു നല്ല ജീവിതമാണ് ഇവർക്കുള്ളത്. എന്നാൽ ഈ പള്ളിയിലെ ആരാധനയ്ക്കും അതുപോലെ തന്നെ പങ്കുചേരുവാനായിട്ടുള്ള അവരുടെ താല്പര്യത്തെയും ഞങ്ങളൊക്കെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ആ നിലയിൽ ഈ ഭവനത്തെ ഞങ്ങളുടെ സ്വന്തമായി ഞാനും ഇവിടെ ഇരുന്ന വൈദികരും കാണുകയും ചെയ്യുന്നുണ്ട്. ഈ വേർപാട് ഒരമ്മ ഞങ്ങൾക്ക്, അല്ലെങ്കിൽ എന്നെപ്പോലുള്ളവർക്ക് ഒരമ്മയെപ്പോലെ തന്നെ ആണ് യാത്ര അയക്കുവാനായിട്ട് ഇടയായത്. കാരണം ഇവിടെ കടന്നു വന്നപ്പോഴൊക്കെ ലഭിച്ച ആതിഥ്യ മര്യാദയും മാതൃസഹിതമായ വാത്സല്യത്തോടുള്ള പെരുമാറ്റവും പ്രത്യേകമായി സ്മരിക്കുകയാണ്. അതുകൊണ്ട് ഒരമ്മയുടെ ആ ബഹുമാനത്തോടെ തന്നെ യാത്രാമംഗളവും ഞാൻ നേരുന്നു. ബഹുമാനപ്പെട്ട അജിയച്ഛൻ്റെ ചിന്തിപ്പിക്കുന്ന നല്ല വാക്കുകൾ നിങ്ങളുടെയൊക്കെ മനസ്സിൽ പതിഞ്ഞെന്ന് വിശ്വസിക്കുകയാണ്. നമ്മുടെ കർത്താവ് പറയുന്നുണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിച്ചവരാരും മരിച്ചിട്ടില്ല. ഈ ദാസിയുടെ തുടർ ജീവിതം ആരംഭിക്കുന്നു. ഇവിടെ ഒരു ഗൃഹപ്രവേശന ചടങ്ങല്ലേ നടക്കുന്നത്. ഒരാൾ മരിക്കുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമെങ്കിൽ മറ്റൊരു ഭവനത്തിലേക്കുള്ള പ്രവേശനം, നിത്യമായ ഭവനത്തിലേക്കുള്ള ഒരു പ്രവേശനം, പുതിയ ഭവനത്തിലേക്കുള്ള ഗൃഹപ്രവേശനമായി നമുക്ക് ഈ ദാസിയെ ആദരപൂർവ്വം യാത്രയക്കാം. ഈ ദാസിയുടെ നല്ല പ്രാർത്ഥനകളെയും നല്ല മൂല്യങ്ങളെയും ദൈവം കൈക്കൊള്ളട്ടെ. മനുഷ്യനല്ലേ
എന്തെങ്കിലും വാക്കിലോ പ്രവൃത്തിയിലോ കുറവോ കുറ്റമോ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം ക്ഷമിക്കട്ടെ. കരുണയുടെ സമുദ്രം അത് ഈ ദാസിക്ക് പ്രയോജനപ്പെട്ട് ശുദ്ധീകരിക്കപ്പെട്ട് ഈ മക്കളുടെയും പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തിൽ ഈ അമ്മയെക്കുറിച്ചുള്ള നല്ല സ്മരണകൾ ഉണ്ടാകട്ടെ. ജീവിക്കുന്നവർ നിരാശപ്പെടരുത്, നീരസപ്പെടരുത്, പിറുപിറുക്കരുത്. പ്രത്യേകിച്ച് കുറുച്ചാനെ സംബന്ധിച്ച് ജീവിത പങ്കാളിയുടെ വേർപാട് ഇപ്പൊ നമ്മളൊക്കെ ഉള്ളപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ മുമ്പിലൊക്കെ ബലം പിടിച്ച് നിൽക്കും. എങ്കിലും തിരിച്ച് ശുശ്രൂഷ എല്ലാം കഴിഞ്ഞ് ഈ വീട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അത് എന്തായിരിക്കും എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ആ സന്ദർഭത്തിൽ ദൈവം ആശ്വസിപ്പിക്കട്ടെ. ദൈവം ആ കരങ്ങളിൽ മുറുകെ പിടിക്കട്ടെ. നിരാശപ്പെടരുത്, നീരസപ്പെടരുത്. കാരണം ലഭിച്ച 62 വർഷത്തിൽ ജീവിത പങ്കാളി എന്നുള്ള നിലയ്ക്ക് ഈ ഭവനത്തിലേക്ക്, ഈ പാലമുട്ടിൽ കുടുംബത്തിലേക്ക് കടന്നു വന്ന, കുരുമറ്റം പള്ളിയിൽ കൂടെ വന്ന് പാലമുട്ടിൽ ഭവനത്തിൽ പ്രവേശിച്ച നല്ല നാളുകളുടെ നല്ല സ്മരണകൾ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. രോഗിയായി വല്ലാതെ വിഷമിച്ച് കിടന്നിരുന്നെങ്കിലും, നമ്മൾ ശുശ്രൂഷിച്ച് ചികിത്സിച്ച് നമ്മൾ വിഷമിച്ചിരുന്നെങ്കിലും എന്നൊക്കെ മറുവശം കൂടെ ഈ സന്ദർഭത്തിൽ ചിന്തിച്ചാൽ നമുക്ക് ആശ്വാസമാണ്. ദൈവം തന്നു, ദൈവം എടുത്തു, ദൈവത്തിരുന്നാമം മഹത്വപ്പെടട്ടെ എന്ന് യോബിനോടൊപ്പം പറയുവാനായിട്ട് ഈ കുടുംബത്തിന് ഇടയാകട്ടെ. ഒരമ്മയുടെ വാത്സല്യം അനുഭവിച്ച മകനും മകളും അവരുടെ ജീവിത പങ്കാളികളും ഒരു വല്യമ്മയുടെ സ്നേഹം അനുഭവിച്ച കൊച്ചുമക്കളും ആ നിലയിൽ സന്തോഷത്തോടുകൂടെ ഇപ്പോൾ ഒരു മണവാട്ടി വിവാഹത്തിനായി ഒരുക്കുന്നത് പോലെ തന്നെ പൂക്കളുമായി നല്ല വസ്ത്രങ്ങളുമായി നമ്മൾ കർത്താവിന്റെ മണവാട്ടിയായി പറഞ്ഞു വിടുകയാണ്. ഈ ആയുസ്സിൽ മാത്രം പ്രത്യാശ വെക്കുന്നുവെങ്കിൽ നിങ്ങൾ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ. നമുക്ക് ഇനിയും ഈ ദാസിയെ കുറിച്ച് ബഹുമാനിക്കേണ്ടിയിരിക്കുന്നു. പ്രധാന ദിനങ്ങളിലൊക്കെ നമ്മൾ കവറൊക്കെ പോകും. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോയിട്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ കുടുംബ കവറിന്റെ മുമ്പിൽ നിന്ന് തലകുനിച്ച് ഒരു പൂവ്, ഒരു തുള്ളി കണ്ണുനീരും അർപ്പിച്ച് വേണം എല്ലാവരും കടന്നു പോകുവാനെന്നുള്ളത് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ നല്ല സ്മരണകളിൽ ആകസ്മികമെന്ന് ഒരുപക്ഷെ നമുക്ക് പറയാമെങ്കിൽ ദൈവനിശ്ചയത്തെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസ്നേഹത്തോടെ, ദൈവാശ്രയത്തോടെ, ദൈവത്തോടുള്ള ബന്ധം ശക്തമായി നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ മാതാവിനെ യാത്രയേക്കാം. ഒരമ്മ എന്നുള്ള നിലയ്ക്ക്, ഒരു സഹോദരി എന്നുള്ള നിലയിൽ ഞങ്ങളോടൊക്കെ വ്യക്തിപരമായി എന്നോടുമൊക്കെ കാണിച്ച എല്ലാ നല്ല സ്നേഹത്തിനും ആദരവോടെ യാത്രാമംഗളം നേരുന്നു. നിത്യതയിൽ ഒരുമിച്ച് കണ്ടുമുട്ടുന്നതിനും ഇടയാക്കട്ടെ. കർത്താവിന്റെ വലതുഭാഗത്ത് ബുദ്ധിയുള്ള കന്യകമാരോടൊപ്പം ഈ ആത്മാവ് ആശ്വസിക്കട്ടെ. അബ്രഹാമിന്റെ മടിയിൽ, ഇസഹാക്കിന്റെ മടിയിൽ, യാക്കോബിന്റെ മടിയിൽ ആശ്വസിക്കട്ടെ. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്നുള്ള തിരുവചനം കബറടക്ക ശുശ്രൂഷയെ തുടർന്ന് അത് അനുഭവമായി തീരട്ടെ. എല്ലാവരോടുമുള്ള സ്നേഹവും അറിയിക്കട്ടെ. ഈ കുടുംബത്തോടുള്ള പറയാൻ വാക്കുകളിൽ പറഞ്ഞു തീർക്കാൻ സാധിക്കാത്ത വണ്ണമുള്ള സ്നേഹവും അതോടൊപ്പം തന്നെ ആശ്വാസവും ബലഹീനമായ വാക്കുകളിൽ കൂടെ അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കിനെ ചുരുക്കുന്നു. ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. ആശ്വാസ വാക്കുകൾക്ക് പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. ഭവനത്തിൽ വെച്ചുള്ള പ്രാർത്ഥന ആരംഭിക്കേണ്ടിയിരിക്കുന്നു. ഈ ഭവനവും ഈ വീട്ടുകാരും പട്ടശ്ശേരി പാലമുട്ടിൽ കുടുംബാംഗങ്ങളും കുഴിമറ്റം സെന്റ് ജോർജ് ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം ദേവാലയത്തിന്റെ ആത്മീയ കാര്യങ്ങളിലും ഭരണപരമായ രംഗങ്ങളിലും ഏറ്റവും കൂടുതൽ അടുത്തു നിന്ന് ഇടവകയെ ശുശ്രൂഷിക്കുന്ന കുടുംബാംഗങ്ങളാണ് എന്ന് പ്രത്യേകിച്ച് ഓർക്കേണ്ടിയിരിക്കുന്നു. ഈ അമ്മ കുറെ ദിവസങ്ങളായി ആശുപത്രിയിൽ രോഗശൈലിയിലായിരുന്നു. അമ്മ ചെന്ന് കാണുവാനായിട്ടിടയായപ്പോൾ ആ മുഖത്തെ പ്രകാശം അത് പ്രത്യേകിച്ച് ദർശിക്കുവാനായിട്ടിടയായി. പക്ഷെ വീട്ടിൽ വരും, പള്ളിയിൽ വരും, ഒരു പ്രത്യാശയുള്ള വാക്കുകൾ അമ്മയിൽ നിന്ന് കേൾക്കുവാനായിട്ടിടയായി. വേദനയുണ്ടെങ്കിലും അത് സാരമില്ല എന്ന് പറഞ്ഞത് ഇപ്പോഴും മനസ്സിൽ ഓർക്കുകയാണ്. ശുശ്രൂഷയിൽ നമ്മൾ പാടുന്നുണ്ടല്ലോ, തായില്ല പറവ കുഞ്ഞുങ്ങൾ അതിസന്താപത്തോടെ കരയുന്നു. ആരൊക്കെ എന്തൊക്കെ ആശ്വസിപ്പിച്ചാലും ഒരമ്മയുടെ കുറവ് ഒരു കുടുംബത്തിൽ ഒരു വലിയത് തന്നെയാണ്. എങ്കിലും ദൈവം തമ്പുരാൻ വിളിച്ചിരിക്കുന്നു എന്നുള്ള വലിയ പ്രത്യാശയോടുകൂടി ഈ അമ്മയെ യാത്രയക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയാകട്ടെ. മോശയുടെ മരണശേഷം ഇസ്രായേൽ ജനത്തെ നയിക്കുവാനായിട്ട് കടന്നു വന്ന പിതാവിനോട് യഹോവയായ ദൈവത്തിന്റെ ശക്തമായ ഒരു അറിയിപ്പുണ്ട്. ഞാൻ മോശയോടുകൂടി ഇരുന്നതുപോലെ നിന്നോടുകൂടി ഇരിക്കും.
ഉറപ്പും ധൈര്യമുള്ളവരും ആയിരിക്കുക എന്ന് പറയുന്നു. ദൈവം തമ്പുരാൻ ഓർപ്പിക്കുകയാണ്, ഒരു ആത്മധൈര്യം ഞാൻ സ്വർഗത്തിൽ നിന്ന് നിങ്ങൾക്ക് അയച്ചു തരും, അതിൽ പ്രാപിക്കുക എന്നുള്ളതാണ് പ്രത്യേകിച്ച് ദൈവം തമ്പുരാൻ നമ്മോട് ഓർപ്പിക്കുകയും നമുക്ക് പകർന്നു നൽകുകയും ചെയ്യുന്നത്. ഒരുപക്ഷെ അമ്മ ജീവിച്ചിരിക്കുമ്പോൾ തുടർന്നും ജീവിച്ചിരിക്കുവാൻ ദൈവം തമ്പുരാൻ സഹായിച്ചിരുന്നുവെങ്കിൽ ശരീരത്തിന്റെ ചില ഭാഗങ്ങളൊക്കെ പ്രയാസപ്പെടേണ്ടതായിട്ട് വന്നേ. പക്ഷെ അങ്ങനെ ഒരു വേദനയും പ്രയാസവും ഒന്നും വരുത്താതെ തമ്പുരാൻ തന്റെ സന്നിധിയിലേക്ക് വിളിച്ച് അടുപ്പിച്ച് ചേർപ്പിച്ചിരിക്കുകയാണ്. അമ്മയുടെ ദേഹവിയോഗത്തിൽ കുഴിമറ്റം സെന്റ് ജോർജ് ദേവാലയത്തിന്റെ അനുശോചനം അറിയിക്കുന്നു. ദൈവം തമ്പുരാൻ ഇമ്പങ്ങളുടെ പർദീസയിൽ ഈ അമ്മയെ ശുദ്ധിമാന്മാരോടും ശുദ്ധിമതികളോടും ചേർന്ന് നിലനിൽക്കുവാൻ ഇടയാക്കട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കാം. നേർന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസം കൊടുക്കട്ടെ, കരയുന്ന കണ്ണുകൾക്ക് ദൈവം തമ്പുരാൻ തുടച്ച് മാറ്റട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇമ്പങ്ങളുടെ പർദീസയിൽ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്ന് ദൈവമേ നീ പരിശുദ്ധനെന്ന് പാടുവാൻ ഈ അമ്മയ്ക്കും ദൈവം തമ്പുരാൻ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. എന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറയപ്പെട്ടിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഉദ്ധീരപ്പെട്ടവനെ ഞങ്ങളോട് ദൈവമേ നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കരുണ ചെയ്യണമേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ നമസ്കാരവും ശുശ്രൂഷയും കഴിക്കും ഞങ്ങളോട് കരുണ ചെയ്യണം. ദൈവമേ നിനക്ക് സ്തുതി. കരുണ ചെയ്യുന്ന വിഷയാരാജ്ഞാവേ നിനക്ക് സ്തുതി. പാടുമ്പോ സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ ക്ഷമിച്ചതുപോലെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരിചയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, വിനിയോഗോട് രക്ഷിച്ചുകൊള്ളണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. ദൈവം തമ്പുരാനോട് അമ്മയെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. കരുണയുള്ള ദൈവമായ കർത്താവേ, നിന്നിൽ ഞങ്ങൾ ശരണപ്പെടുന്നു. നിന്റെ കൽപ്പനയാൽ വേർപെട്ടു പോയ ഈ ദാസിയുടെ ആത്മാവിന് വേണ്ടി നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ദുഷ്ടന്മാരായ മത്സരക്കാരുടെ വലകളിൽ നിന്നും കാണപ്പെടാതെ അന്ധകാര സൈന്യങ്ങളിൽ നിന്നും ഈ നിന്റെ ദാസിയെ വീണ്ടുകൊള്ളണമേ. ഈ ആത്മാവ് ജീവന്റെ സ്ഥാനത്ത് നീതിമാന്മാരുടെ കൂട്ടത്തിൽ ചെന്നെത്തുമാറാകണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും ഇവ നിന്റെ പരിശുദ്ധന്മാരോടുകൂടെ വസിക്കുമാറാകണമേ. ഓശോ ബബുകൂല സുബാനിലവൽമീ. നീ ജീവനെടുത്തിടുമ്പോൾ ലോയായി മണ്ണിൽ ചേരും മഹത്വം മാഴട്ടെന്നു തന്ത്രികളിലുടയോ
എല്ലാവരും പ്രാർത്ഥിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും കരുണയും യാചിക്കണം. അനുഗ്രഹിക്കുന്നവനായ കർത്താവേ, ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ചയും മാഞ്ഞുപോകാതെ നല്ല ഔന്നത്യവും നിത്യവും ഇടപെടാതെ അർപ്പിപ്പാനടിയങ്ങൾ യോഗ്യരായി തീരണമേ. ആദിയിലുണ്ടായിരുന്നവൻ ഇപ്പോഴുള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനും തന്റെ പിതാവിന്റെ മൗതത്തിൽ വിശുദ്ധ മാലാഖമാരോട് വരുവാനിരിക്കുന്നവനുമായ തമ്പുരാനെ, സംഖ്യാതീതമായ ദിനങ്ങളും ഗണങ്ങളും 10,000 തിരുമുൻപാകെ പരിഭ്രമിച്ച് കുറിച്ചുകൊണ്ട് നിൽക്കുന്നു. ഭയങ്കരന്മാരായ ക്രോധീന്മാരും സ്ഥിരതയുള്ള ഗണങ്ങളും സ്വർഗീയ മേഘങ്ങളിൽ നിന്നെ ആഘോഷിക്കുന്നു. നിന്റെ ഉഗ്രമായ ശബ്ദത്തിൽ നീ അട്ടഹസിക്കുമ്പോൾ മരണം വീണു പോവുകയും പാതാളം നശിച്ചു പോവുകയും ആദിബോധങ്ങൾ അഴിഞ്ഞു പോവുകയും ഭൂമിയിൽ ദ്രവിച്ചു ചേർന്നു പോയ സർവ ശരീരങ്ങളും പുനരായി സൃഷ്ടിക്കപ്പെടുകയും ചെയ്യുന്നു. സകലത്തിന്റെയും സൃഷ്ടിതാവും നിർമ്മിതാവും നിരന്തരയും സൃഷ്ടിശക്തിയുള്ള വചനത്താൽ നീ വീണ്ടും അവയെ സജ്ജീകരിക്കുന്നു. നന്മയാകട്ടെ തിന്മയാകട്ടെ അവനവൻ പ്രവർത്തിച്ചിട്ടുള്ളവയെ കുറിച്ച് സമാധാനം ബോധിപ്പിക്കുവാനായി സകല വംശങ്ങളും ഗാത്രങ്ങളും പരിഭ്രമജനകവും ഭയങ്കരവുമാരുടെ സിംഹാസനത്തിന്റെ മുൻഭാഗം വന്നു കൂടുകയും ചെയ്യുന്നു. ഞങ്ങളും ഞങ്ങളുടെ വാങ്ങിപ്പോയവരും നിനക്കും നിന്റെ പിതാവിനും വിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാപങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഒന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. നഗരകവാടം വഴിയായി ഞാൻ പോകും നേരം കേട്ടേനൊരു നാദം ശ്രദ്ധിച്ചെന്നരികെ നീ നേരം കേളം തോന്നും നിരതത്തെ ലളിതകളെ പരതരുളന്മാരെയോ മാനന്മാരെയും കണ്ടേ പ്രഭുവനിതകളും ദാസികളും സാന്ത പാരവത്തിൽ പാടും വ്യസന സമേതം ചോദിച്ചേ സുന്ദരരെ വ്യതയോടെന്തിനു പാടിടോ നോടോതി മോടാമിണ്ടാകെ നീ കാണുന്നൊരു സൗന്ദര്യം പാദത്തിൽ പാഴായി പോയിടും തെളിവാകും സൂര്യനു തുല്യം ഈ സൗന്ദര്യം തങ്ങും പൂമഞ്ഞിനു തുല്യം ഈ സൗന്ദര്യം സന്ധ്യ ദേവയതേ
ജീവൻ നൽകി തേജോ വസനം നീ അതിനെ അണിച്ചിടണമേ സ്തോത്രം സ്തോത്രം ബലവാനും മഹാകാരുണ്യവാനും ദയാലുവുമായ ദൈവമായ കർത്താവേ തിരുസന്നിധിയിലേക്ക് അങ്ങ് അടുത്തിരിക്കുന്നതിനാൽ നിദ്ര പ്രാപിച്ചിരിക്കുന്ന ഈ ദാസിക്ക് വേണ്ടി ഈ സമയത്ത് ഞങ്ങൾ അടച്ചിരിക്കുന്ന ഈ ധൂപം കൈക്കൊണ്ട് സ്വർഗീയ യെരൂശലേമിൽ മോഹനീയമായ വാസസ്ഥാനങ്ങളിൽ ഇവിടെ ആശ്വസിപ്പിക്കുകയും കടങ്ങളുടെ പരിഹാരത്തിനും പാപങ്ങളുടെ മോചനത്തിനും തിരുമുമ്പാകെയുള്ള പ്രസന്നതയ്ക്കും ഇവിടെ അർഹയാക്കുകയും ചെയ്യണമേ. മോറാൻ വാലോഹാൽമേ സമാധാനം കൈക്കൊള്ളുക കന്മഷമഖിലം ബോധിക്കാം ഇവളെ വിധിക്കരുതേ നാഥ നിർമ്മായം അപരാധികൾ അർഹിച്ചിടും നരകത്തിനിവളുടെ രക്ഷിതയായി കൽപ്പനകാത്തവരോടൊപ്പം ശോഭനമണവറ പോകേണം ബാരക്കുമോ ആമൃതിയെ നീ ഞെളിയേണ്ട മൃതരായോർമേൽ അവരുടെ മേൽ തെല്ലില്ല നിന അധികാരവും അവകാശമതും സലവാനം സൃഷ്ടാവളെ വിസ്തരണം ചെയ്യും മൂലം സാക്ഷാലവകാശികളും സുതരും ദാസരും അവരല്ലോ നിൻ കൈകളിൽ നിന്നവരേവി ദേവും സ്വർഗമഹാരാജ്യം അഞ്ചീടമരണ നിദ്രാഭീതിയുമില്ലെന്നിൽ ദൈവം തീയിൽ നടത്തിയിടും വിധിയോ തഞ്ചിടും ഞാൻ ബോല ബോല ബോവൽ റൂഹോ കാദീശോ നീവാഗ്ദാനത്തിൽ നാടായി സ്വർഗമഹത്വം ചാർത്തിടോ സോനോ വലിജീവൻ നൽകി നിന്നെ ബലത്തായി കാന്തനു കാത്തോരാം കന്യാസ്ത്രീകളെ പ്രാപിക്കും സഹജേ പുനരുലോകമതേ ചിന്ത വിഷയമതായി ആദിമകാലത്തെ എന്മാനസമോടി സൃഷ്ടിയെ ഓർക്കൊരു ഞാൻ ബിംബി ശാപത്തായി മൃത്യു നിമിത്തം വേർപിരിയും നാൾ വരെയും നാരികളാത്യധികം നാൾ പോക്കി വേദനയോടു സുതനെ പ്രസവിച്ച് ജീവൻ പോയി വേർപിരിയും മാതാവേ നോക്കിടും
ഞങ്ങൾക്കൊപ്പം അതിസന്താപത്താൽ രോധിച്ചിടുന്നു ഈരാരവം കേൾക്കും നോരെല്ലാം ഖേദത്താലവരോ കരയുന്നു എന്നെ കൊണ്ടിക പോയി മാരകബാണത്താൽ എന്നെ പ്രമമേറ്റി നിർദ്ദയ പീഡകളാൽ മർദ്ദിച്ചങ്ങൾ കാണി വടിമൂന്നാൽ എന്നെ താടിച്ച ഞാനാശ്രയദീന യോദീന നീ സൃഷ്ടിയനാദ കൃപയാ കരുണ സമ്പൂർണ പുനരുദ്ധാനദിനെ നിന്നോട് സൃഷ്ടിയ നീ പതിബന്ധം പ്രതിയായി വേറായി നീരണ്ടായി തീർന്നൊരു സഹജയ്ക്കായി പ്രദീപി നിങ്ങൾ അവരൊന്നാകണമേ പുനരുദ്ധാനത്തിൽ ഓദിക്കുക പാപം മായിക്കുക ദോഷം സാധ്യമെഴും വിധിയിൽ നാളിൽ പാടണം പരിശുദ്ധന്മാരോ തിരുനീ സ്തുതിഗീതം വന്നവനും വരുമോ നമ്രതർത്തന്നുയരം സുതനേന്നു ശരീര മക്കളെ പാടണമേ മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും പുല്ലിനുട ആഗ്രഹോ ഹല്ലേലൂയ പൂക്കുന്ന വയലിൽ പൂച്ചെടി പോലെ പാർക്കുമോ മനോലം വാദമുല്ലോലം മരണമടഞ്ഞൊരു ദാസിയനി ജീവസ്വരം അതുണർത്തണമേ കവറി മുദ്യാനായി സൗമൻ കാലസ്കുറിയേലായി സോ ഉയരേകുന്നോൻ രാജ ഉയരത്തിൽ നിന്നെഴുന്ന ജീവൻ മൃതരാം ഏവർക്കും നൽകുന്നു കബറുകളുള്ളിൽ നീങ്ങി അവരവരോടേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു ആയിക്കുമോ എന്റെ ശരീരം ഭക്ഷിച്ചെന്നെത്താൻ പാതാളത്തിൽ എന്നും അവൻ ജീവിക്കാൻ എന്നും കർത്താൽ തങ്ങളുടെ മഹത്വം മുറിയോറാകെ മലമതിനുയരെ കർത്താവേ കള്ളനു കിട്ടിയ നിന്റെ വനം അനുഗ്രഹങ്ങൾ നിറഞ്ഞിരിക്കുന്നവനെ നിന്റെ വരവിനായി നോക്കി
പാർക്കുന്ന മരിച്ചവരെ നീ ബന്ധപ്പെടുത്തണമേ. ഇന്ദ്രനാഥിന്റെയും സ്വയാക്കിന്റെയും യാക്കോബിന്റെയും വഴിനെവരെയും മോഷിപ്പിക്കണമേ. മന്ത്രവാഴ്ചയർപ്പിക്കുന്നവൻ വാഴ്ത്തപ്പെട്ടവനാകുന്ന ശരീരങ്ങളും ആത്മാക്കളുമുണ്ട്. Lord
ചാർത്തിയിടും പുണ്യാത്മാക്കൾ
അന്തരീക്ഷവാസികളോട്
എന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു.
വേണ്ടിയായി വാദിച്ചുകൊണ്ടിരിക്കുന്നവരുമായ എല്ലാവർക്കും വേണ്ടി നിന്റെ കരുണയും പാപമോചനവുമായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. Hallelujah.
Thank you.
വീരൻ തന്നധികാരം ചെയ്യും വിസ്മയമാശ്ചര്യം കൂടും ദൂതന്മാർ ചേരും ചിതറിയൊരല്ലകിലും നേടും തേജസ്സാത്മാവൊടുതലവും നാശം കൂടാ വീരേൽക്കും സ്തുത്യൻ മാർത്താവടയാന്തൻ സോദരനാകും ലാവോ സാക്ഷി ചെന്നാലും ജീവൻ കൽപ്പിച്ചു നീ ചെന്നപ്പോളിയായിരോ സുരജീവി ചാമൃതരം ജീവിക്കും നിന്ന വാനത്താൽ മൃതസംഗേതേ മൺമയന ആദമോടായി നിയമം തള്ളിയ മൺമയനെ ഖേദിക്കേണ്ട നീ മൃതിയും ജീവനമേ കീടും ദൈവസുതൻ ഞാനെന്നോ നീയ ബഹുബലവാനം സ്വർഗി ജീവാസുരമർത്തണമേ സൗമങ്കാലസ്ഫുരേലായി സോ ഞങ്ങളുടെ ശുശ്രൂഷകളെ അംഗീകരിക്കണമേ. നിങ്ങളുടെ സഹായത്തിനോട് ഞങ്ങളുടെ മരിച്ചുപോയവർക്ക് പാപരിഹാരം നൽകണമേ. സത്യവിശ്വാസത്തോടെ നിങ്ങളുടെ സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്ന ഈ ദാസിക്ക് പാപരിഹാരം നൽകുകയും ചെയ്യണമേ. വത്സല സഹോദരങ്ങളെ പരസ്പരം ആശ്വസിപ്പിക്കുകയും ഞങ്ങളെ ധൈര്യപ്പെടുത്തുകയും മരിച്ചവരുടെ സംസ്കാരത്തിൽ നീതീകരണം പ്രാപിക്കുകയും മൃതങ്ങളിൽ നിന്ന് കരുണ പിൻവലിക്കരുത്. വിരുദ്ധഭവനത്തിൽ പോകുന്നതിനേക്കാൾ ഉത്തമം വിലാപഭവനത്തിൽ പോകുന്നതാണ് കൽപ്പനയനുസരിച്ച് വിശുദ്ധ സഭയുടെ പ്രതികളെന്ന നിലയിൽ ഇപ്പോൾ നിങ്ങൾ വന്ന് ആധേനികമായ തിരുവഴുത്ത് നിർവഹിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളുടെ സഹായത്തിനോട് നിങ്ങൾക്ക് സമാധാനവും ശാന്തിയും നൽകട്ടെ. കർത്താവിന്റെ മഹാകരുണയാൽ നിങ്ങളുടെ കടമയെ പരിഹരിക്കുകയും തെറ്റുകളെ ക്ഷമിക്കുകയും ചെയ്യട്ടെ. ഉത്തമ ഹൃദയത്തോടുകൂടി ഇപ്പോൾ വിശുദ്ധിയോടുകൂടി നിങ്ങൾ വിളിക്കുന്ന ഏത് സമയത്തും കർത്താവായ യേശു മിശിഹ നിങ്ങൾക്ക് ഉത്തരമരുളും. ഐശ്വര്യപൂർണ്ണമായ ശ്രീപ്രണാമത്തിൽ കർത്താവ് നിങ്ങളെ മറുപടി അയച്ചുവിടുകയും ചെയ്യും. തന്റെ ശ്രമത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ശിവയുടെ ദാസന്റെ പാപങ്ങൾ കർത്താവ് പരിഹരിക്കട്ടെ. കർത്താവിനെ വിളിച്ചു നിർത്തുമാറാകട്ടെ. ആദ്യ മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ് അവരുടെ കൂടാരം കർത്താവ് സ്ഥാപിച്ചതേ സ്ഥാനത്ത് തന്നെ ഇവരുടെ വാസവുമായി തീരുമാറാകട്ടെ. സകല പരിശുദ്ധന്മാരുടെയും ശുദ്ധികളുടെയും പ്രാർത്ഥനയാൽ സ്വർഗീയ സഭയിൽ ഭൗമിക സഭയിൽ ഇവയെല്ലാം സാധിക്കുമാറാകണമേ നിങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവത്തിന്റെ ശരണത്തിൽ പ്രാപിച്ചിരിക്കുന്ന തലവാസിയുമാരാധികമായവരെ ഹൃദയോടെ ആശ്വസിക്കുമാറാകട്ടെ. നമ്മുടെ ഉണ്ടായിരിക്കുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ
പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. മേറ്റിടാത്ത ക്ലേശമേനുമേശിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. മായ ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മന്നിലെന്നു നിങ്ങളെന്നുമേ സ്മരിക്കലേ. കാമലോഭ കോപമോഹമൊക്കെ നീക്കി ലോകരേ ദാനമേകി ധന്യജീവിതം സദാ നയിക്കുവിൻ.